ഈ RCMന്റെ ക്രെഡിറ്റ് എങ്ങനെ എടുക്കുന്നത്? ഷെഡ്യൂൾ 3 കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പേബിളായി. പിന്നെ ഷെഡ്യൂൾ 4 കൊണ്ടുപോയി ഞങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്രെഡിറ്റ് ഇങ്ങോട്ട് കിട്ടും. അത്രേ ഉള്ളൂ. അങ്ങനെയാണോ നമ്മൾ ക്രെഡിറ്റ് എടുക്കേണ്ടത്? GST നിയമത്തിൽ 2 സെക്ഷൻ ഞാൻ പരിചയപ്പെടുത്തട്ടെ. സെക്ഷൻ 262, 263. 262 എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ്, അതായത് സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെക്ഷൻ 263. ആ ഇൻപുട്ട് ടാക്സ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് എപ്പോഴും എടുക്കുന്നോ ആ ടൈമിൽ എടുക്കുന്ന ക്രെഡിറ്റിനെ, ആ ഇൻപുട്ട് ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. രണ്ടായിട്ടാണ് ITCനെയും അതേപോലെ തന്നെ ഇൻപുട്ടിനെയും രണ്ടായിട്ടാണ് GST നിയമത്തിൽ നിർവഹിച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം, നമുക്ക് ഇൻപുട്ട് ഉണ്ട്. നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ അതിനൊപ്പം കൊടുക്കുന്ന ടാക്സിനാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. അത് ക്രെഡിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 16, 17, റൂൾ 42, 43, 38 ഇതെല്ലാം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് RCMന്റെ കേസിലാണ്. RCMന്റെ കേസിൽ നമുക്കങ്ങനെ ഉണ്ടോ? സെക്ഷൻ 93, 94, 95 ഇത് മൂന്നിലുമാണ് നമുക്ക് ഇൻപുട്ട് RCMനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും സെപ്പറേറ്റ് സെക്ഷൻ RCMന്റെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. അതായത് സാധാ സപ്ലൈ പോലെ തന്നെ ഒരു സെക്ഷൻ മാത്രമേ ITCക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ കൊടുത്തിട്ടുള്ളൂ. സെക്ഷൻ 16. സെക്ഷൻ 16 RCMനെ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് റിസീവ് ചെയ്തിരിക്കണം, പേയ്മെൻറ്റ് ടാക്സ് അടച്ചിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. പക്ഷെ അതിനകത്ത് മെയിനായിട്ടൊരു കാര്യമുണ്ട്. സെക്ഷൻ 16 സബ്സെഷൻ 2 സബ്സെഷൻ A, സെക്ഷൻ 16(2)A പറഞ്ഞിരിക്കുന്നു, ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. ആ ഡോക്യുമെൻറ്റ്സ് നമുക്കിവിടെ ഇൻവോയ്സ് ആണ്. ഇൻവോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഇൻവോയ്സിൻ്റെ കേസിൽ ഒത്തിരി കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. നമ്മളുടെ ഈ RCMൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റെൻറ്റിൻ്റെ കാര്യത്തിൽ ഇൻവോയ്സ് വേണമെന്ന് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ റെക്കോർഡിക്കലി കാണിക്കുകയും വേണം. പക്ഷേ അതിങ്ങനെ വരുമ്പോൾ മൊത്തത്തിലുള്ളൊരു സംശയം, റെൻറ്റിന് മാത്രം മതിയോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു 12 എന്നുള്ള സീരിയൽ നമ്പർ വെച്ചിട്ട് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഈ മാസം ഏപ്രിൽ മാസം മുതൽ ഈ വർഷം ഏപ്രിൽ മുതൽ, ഈ വർഷം മാത്രമല്ല ഇതിനു മുമ്പ് RCM അടച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻവോയ്സ് മസ്റ്റാണ്. അതില്ലാണ്ട് ക്ലെയിം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെയും നമ്മൾ ക്ലെയിം വേറെ ഒന്നും ഇൻവോയ്സ് ചെയ്തിട്ടില്ല എന്ന് ഫോൺ വിളിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള ഇൻവോയ്സ് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്ത് സീരിയൽ ഓർഡറിൽ കറക്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ റെൻറ്റിൻ്റെ പുതിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ടും അത് നമ്മൾ റെക്കോർഡ് ചെയ്യാനും. എന്നിട്ട് നമുക്കൊരു സെക്ഷൻ 59 ഉണ്ട്, അത് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയും. ആ സെൽഫ് അസസ്മെൻറ്റ് വെച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കത് അറിയിക്കാൻ പറ്റും. ഇത്ര ഇൻവോയ്സുകളുണ്ട്, ഞങ്ങൾ RCM ഒക്കെ അടച്ചിട്ടുണ്ട്, ഈ ഇൻവോയ്സ് നമ്പറുകൾ ഞങ്ങൾ കാണിക്കാൻ വിട്ടുപോയി എന്നുള്ള രീതിയിൽ നമുക്കൊരു ലെറ്റർ വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ 1-2 എന്ന് പറഞ്ഞ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യരുത്. ഇതിനു മുമ്പ് നിങ്ങൾ RCM ചെയ്തിട്ടുണ്ടെങ്കിൽ ആ RCMനെ എല്ലാത്തിനും നമ്മൾ സെക്ഷൻ 13(3)F വെച്ചിട്ട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ RCMലെല്ലാത്തിനും നമ്മൾ ഇൻവോയ്സ് കൊടുത്തിരിക്കണം. സെക്ഷൻ 16(2)A സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിന് ഇതുവരെയുള്ള എല്ലാ നമ്പേഴ്സിലും അതിനുള്ള എല്ലാത്തിനും നമ്മളൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് സീരിയൽ ഓർഡറിൽ നമ്മൾ ആക്കിയിട്ട് വേണം ഇപ്പോൾ ഇത് ചെയ്ത് ഈ നിലവിലുള്ള റെൻറ്റിനുള്ള RCM റെഡിയാക്കി വിടാനായിട്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.